ഇന്ന് അങ്കു സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. സ്കൂളിൽ ഇന്ന് ക്ലാസ് ഇല്ല, എന്തോ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനിന്ന് അവനെ വിട്ടില്ല. രാക്കെ ഓഫീസിൽ പോയി കേട്ടോ. അതിനുശേഷം കിച്ചണിൽ കയറിയപ്പോഴാണ് ഒരു ബെഡ്ഷീറ്റും കുറച്ച് തലയണുറകളും കൂടെ കിടപ്പുണ്ടായിരുന്നു കഴുകാൻ. അതൊരു അരമണിക്കൂർ എക്സ്പ്രസ് വാഷ് ഇട്ട് കഴുകാന്ന് വെച്ച് അതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റുകൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അത് വെയിറ്റ് അല്ലേ, അപ്പോൾ കുറച്ച് ഇങ്ങനെ കഴുകുന്നതാണ് നല്ലത്. അപ്പോൾ ഉള്ളത് അങ്ങ് കഴുകിയിടുക കേട്ടോ. അങ്കു ഇന്നിവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പാസ്ത ഉണ്ടാക്കാന്ന് വെച്ചു. നമ്മുടെ ആൽഫ്രേഡോ വൈറ്റ് പാസ്ത ഉണ്ടല്ലോ, ചീസൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കുറച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുക. ഈ പാസ്തയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതിന്റെ പേര് പെന്നെ എന്നാണ് കേട്ടോ, ഈ ഷേപ്പിലെ പാസ്തയ്ക്ക്. ഇത് സൂജിയുടെയാ, അതായത് നമ്മുടെ റവയുടെ പാസ്തയാ, മൈദയല്ല. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പാസ്തയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഉപ്പും എണ്ണയും ഉണ്ടല്ലോ, അപ്പോൾ ഒട്ടിപ്പിടിക്കത്തുമില്ല. ആവശ്യത്തിന് ഉപ്പ് ആ പാസ്തയിൽ പിടിക്കുകയും ചെയ്യും. നമ്മൾ ചീസ് ചേർക്കുന്നതുകൊണ്ട് പിന്നെ ആ ഒരു സോസിൽ പിന്നെ നമുക്കധികം ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അത് നന്നായിട്ട് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല പാടയുള്ള പാല്. അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഒന്ന് കലക്കി വെക്കാം. പിന്നെ ചീസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായി എടുത്തു. നമ്മുടെ ഈ മൈദ പാൽ കൂട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഒരുവിധം കുറുകി വരുമ്പോൾ അതിലേക്ക് ചില്ലി ഫ്ലേക്സും പാസ്ത മിക്സും ഉണ്ട് എൻ്റെ കയ്യിൽ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കണ്ട, കാരണം ചീസിൽ നല്ല ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണ്ട. നന്നായിട്ട് വീണ്ടും ഇളക്കി കുറുക്കി എടുക്കുക. ഒരുപാടും കുറുക്കണ്ട, ഇരുന്ന് വീണ്ടും കട്ടിയാവും. അപ്പോൾ ഒരുവിധം കുറുകി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു 3-4 പീസ് ചീസ് ഉണ്ടല്ലോ, സ്ലൈസ് ചീസ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. കുറുകി വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്നാവും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വീണ്ടും ഞാൻ കുറച്ച് നമ്മുടെ പാസ്ത ഹെർബും ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അങ്കിത്തിന് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ സോസിന്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമ്മുടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വൈറ്റ് സോസ് പാസ്തയാ, ആൽഫ്രെഡോ പെന്നെ പാസ്ത. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ആട്ടോ. ലാസ്റ്റ് ഞാൻ 2 സ്ലൈസ് ചീസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചീസ് സ്ലൈസ് ഇടുന്നതുകൊണ്ട് ഉപ്പേ ഇടേണ്ട കാര്യമില്ല, ആവശ്യത്തിന് ഉപ്പ് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതേ ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ തീ ഓഫ് ചെയ്യുക, കാരണം ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. ഞാൻ നേരത്തെയും ഈ ഒരു പാസ്തയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടയിലെ അതേ ടേസ്റ്റാണ്. നിങ്ങൾ പിള്ളേർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ചീസിന്റെ ഫ്ലേവർ ഉള്ളവർക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആൽഫ്രെഡോ വൈറ്റ് പാസ്ത ആയത് കേട്ടോ. അങ്ങനെ അങ്കുവിന് അത് കൊടുത്തപ്പോൾ എനിക്കും ഒരു സമാധാനം, അവനും ഹാപ്പിയായി. ലാസ്റ്റ് സൺഡേ ഞങ്ങള് ഗുഡ്ഗാവിൽ പോയി നമ്മുടെ ഡെക്കാത്ലോണിലൊന്ന് പോകണമായിരുന്നു. ഡെക്കാത്ലോൺ എന്ന് വെച്ചാൽ സ്പോർട്സിന്റെ സംഭവങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്കിത്തിന് ബാഡ്മിന്റന്റെ ഷൂസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലും ഉണ്ട് കേട്ടോ ഒരുപാട് ഷോറൂം. അതിന്റെ സ്പോർട്സ് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ചെന്നാൽ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ അന്ന് KFC കയറി. കുറേ നാൾക്ക് ശേഷം, എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല KFC ആ കഴിച്ചത്. പിന്നെ ഐസ്ക്രീം, കുറേ സ്വീറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അന്ന് കഴിച്ചത്. അന്ന് അവിടുത്തെ ഒരു സ്വീറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചായത് കേട്ടോ, ലംബ ജാമുൻ. നല്ല ടേസ്റ്റാ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മധുരം. എനിക്ക് മാത്രമല്ല, ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഫേവറേറ്റാ. നല്ല മധുരമൊക്കെ തന്നെ, പക്ഷെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പം ഞാനത് ഒരെണ്ണം എടുത്തിട്ടിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ശരിക്കും നമ്മുടെ തേൻ പോലെ തന്നെ ഇരിപ്പുണ്ട്, അതും കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അലുത്ത് വരികയാണ്, അത്രയ്ക്ക് ടേസ്റ്റായി സംഭവത്തിന്. നമ്മുടെ ഗുലാബ് ജാമുൻ തന്നെ അതിന്റെ ഷേപ്പ് ഈ രീതിയിൽ ആയിരിക്കുന്നതുകൊണ്ട് അവിടെ ലംബ ജാമുൻ എന്നായിരുന്നു എഴുതി വെച്ചത്. നടുക്ക് എന്തോ പിസ്തയോ എന്തോ വെച്ചിട്ടുമുണ്ട്. ബിക്കാനേർ വാല എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം അതൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞ് അങ്കൂന് ഒരു പീസ് കൊടുത്തു. പിന്നെ ചിക്കൻ കുറച്ച് പെരട്ടി വെച്ച് കേട്ടോ, ചിക്കൻ്റെ കാല്. KFCന്ന് കഴിച്ച ചിക്കൻ അത്ര സ്പൈസി ഒന്നും അല്ലായിരുന്നു, സ്പൈസി പറഞ്ഞിട്ടും. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടെ ഒക്കെ ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്പൈസി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അതൊന്ന് പെരട്ടി അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ KFCയുടെ വലിയ ഫാനൊന്നും ഇല്ല, അങ്കുവിന് വേണ്ടിയാണ് ശരിക്കും കയറിയത്. അവരുടെ സ്മോക്കി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. പക്ഷെ എരിവില്ല, ഞങ്ങൾ സ്പൈസി പറഞ്ഞിട്ട് എരിവില്ലായിരുന്നു. എനിക്ക് കുറച്ച് എരിവുള്ളതാണ് ഇഷ്ടം. മറ്റേതും എനിക്ക് അത്ര വലിയ ഇഷ്ടം അല്ല, പക്ഷെ നമ്മളൊരു വെറൈറ്റിക്ക് കഴിച്ചു. നമ്മുടെ ചിക്കൻ ഫ്രൈ അടിപൊളിയാട്ടോ. ഡെക്കാത്ലോണിൽ നിന്ന് പിന്നെ കുറേ ഡ്രസ്സുകളും വാങ്ങിച്ചു. രാക്കയുടെയും അങ്കുവിൻ്റെയൊക്കെ അളവിനുള്ള കുറേ ട്രൗസേഴ്സ്, ട്രാക്ക് സ്യൂട്ട്സ്, ട്രാക്ക് പാൻസ്, അതുപോലെ തന്നെ
ടീഷർട്ട് അതൊക്കെ കുറേ വാങ്ങിച്ചു കേട്ടോ. നമ്മുടെ ബനിയൻ പോലെ ഉള്ള, അതായത് കോളർ ഇല്ലാത്ത, അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്. ദേ ഈ ജനല് നമുക്ക് കേർട്ടൻ മാറ്റി ഇടാൻ പറ്റാത്ത ചൂടാ, കാരണം ഞാൻ കേർട്ടൻ ഇട്ട് വെച്ചേക്കുക. കഥവ് ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോഴേ തുറന്നിടത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് അടയ്ക്കും. ഇത്രയ്ക്ക് ചൂടാന്നേ ഇവിടെ. മല പോലെ 2 ദിവസത്തെ തുണി മടക്കാൻ കിടപ്പുണ്ട്. മടി പിടിച്ചിരുന്നോണ്ട് ഇത് ഇത്രയും കൂടി. പിന്നെ കുറച്ച് തേച്ച് കൊണ്ടുവന്ന തുണി ഇരിപ്പുണ്ട്. അങ്കുവിന് രാവിലെ തേച്ച് കൊടുക്കണം അയൺ ബോക്സ്. അത് അവന് രാവിലെ അവൻ്റെ യൂണിഫോം എപ്പോഴും നമ്മൾ തേക്കാൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രാവിലെ പെട്ടെന്ന് അയൺ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ബെഡ്ഷീറ്റ് വിരിച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ഞാൻ വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് മിക്സിയിലേക്കൊന്ന് പുളിയിട്ടിട്ട് കുറച്ച് തണുത്ത പാല്, നല്ല പാടയോട് കൂടിയ പാല് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു. പഞ്ചസാരയൊന്നും ഇട്ടില്ല, നല്ല മധുരമുള്ള മാങ്ങ. ഇത് ദേ പോപ്സിക്കിൾ മേക്കർ അല്ലെങ്കിൽ കുൾഫി മേക്കർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓൺലൈനുമായിട്ട് വാങ്ങാൻ കിട്ടുന്ന സംഭവം കേട്ടോ. ഭയങ്കര ചീപ്പ് റേറ്റിൽ ഞാൻ വാങ്ങിയതാ. എൻ്റെ കുഞ്ഞമ്മയാ ശരിക്കും പറഞ്ഞത്. പുള്ളിക്കാരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ വാങ്ങും, കലക്കുഞ്ഞമ്മയുടെ സിസ്റ്റർ. അപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും സ്റ്റോക്ക്. അപ്പോൾ അങ്കു അവിടെ എപ്പോഴും പോയി എടുത്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി ലിങ്ക് അയച്ചു തന്ന് ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചതാണ്. അങ്കു അതിൻ്റെ പുറത്ത് കുറച്ച് ബൂസ്റ്റും കൂടി ഇടുന്നുണ്ട്. അവന് ചോക്ലേറ്റും കൂടി ഇടണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇനി ചോക്ലേറ്റ് ഇട്ടിട്ട് അത് കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂസ്റ്റ് എടുത്തിട്ടോളെ. പിന്നെ അതിൻ്റെ മുകളിലുള്ള അടപ്പായത് കേട്ടോ. ഇതിൻ്റെ പുറത്ത് ദേ ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. ഈ ചൂടത്ത് ഇതൊക്കെയാണേ ഒരു ആശ്വാസം. നമുക്കിതിനി ഫ്രീസറിലോട്ട് വെക്കാം, തണുത്തിട്ട് നമുക്കെടുത്ത് കഴിക്കാം. നമ്മുടെ പണ്ടത്തെ കല്ലൈസ് പോലെ. മാങ്ങയും പാലും ആയതുകൊണ്ട് ഇതിൻ്റെ ഗുണമാണല്ലോ. അതിൻ്റെ താഴെ ഉള്ളൊരു പാത്രം കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് നമ്മളങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് ഐസാക്കിയിട്ട് കഴിക്കാം. ഞാൻ പഞ്ചസാര ഇട്ടില്ല, വെറുതെ എന്തിനാ പഞ്ചസാരയും കൂടെ ഒരുപാട് ഇട്ടിട്ട് നമുക്കത് ശരീരത്തിന് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. ഇനി അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. പിന്നെ ബാക്കി വന്നത് കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ വെച്ച് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടിയാവുന്നത് പെട്ടെന്ന് ഇത് തൊട്ട് നോക്കി അറിയാനും പറ്റും. അങ്കിത്ത് അത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ഇനി ദേ വന്നിട്ട് നമ്മുടെ തേച്ച തുണി വെക്കണം. രാക്കയുടെ യൂണിഫോം ഷർട്ടുകളാണ്. പിന്നെന്താ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ദേ മല പോലെ കിടക്കുന്ന ഈ തുണിയെല്ലാം മടക്കി വെക്കണം. 2 ദിവസം ഒന്ന് മടിച്ചതേ ഉള്ളൂ, ഇത്രത്തോളം ആയി. പിന്നെ കുറച്ച് വിഷമമുള്ളൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ, ഹർഷ പോയി കേട്ടോ തിരിച്ച്. ഹർഷ എന്തായാലും ജോലിക്ക് പോയാലേ പറ്റത്തുള്ളൂ, പുള്ളിക്കാരിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറാണ്, ലീവൊക്കെ പുള്ളിക്കാരിയുടെ കഴിയാറായി. പുള്ളിക്കാരി തിരിച്ചു പോയി. വളരെ വിഷമമുണ്ട് എനിക്കതിൽ. ഇപ്പം നടക്കാനൊന്നും പോവാറില്ല, കാരണം നമുക്ക് പറ്റിയൊരു കൂട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു മനസ്സിനൊരു ഇത് കിട്ടത്തില്ല. പിന്നെ രാക്കയെ വന്നിട്ട് നടക്കാമെന്ന് വെച്ചാൽ പിന്നെ ക്ഷീണമാണ്. നടത്ത എന്തായാലും അങ്ങ് നിന്ന് കിട്ടി. പിന്നെ ഹർഷയെ ഒത്തിരി മിസ് ചെയ്യും, ഹർഷേനെയും റയാനെയും. അവരങ്ങനെ തിരിച്ച് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളും എന്തായാലും അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും പോയി കാണണമെന്ന് വെച്ചോണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഓണത്തിനും കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഡിന്നറിന് കുറച്ച് സാമ്പാർ വെക്കാനായിട്ട് ഞാൻ നമ്മുടെ സാമ്പാർ പരിപ്പ് കഴുകി അതിലേക്ക് അധികം പച്ചക്കറി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ പരിപ്പ് സാമ്പാറാ, അതായത് തക്കാളി, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, കുറച്ച് ബീൻസ് ഇതൊക്കെ ഇട്ട് പൊടി ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അവസാനം കടുക് വറുത്തിട്ടിട്ടുണ്ട്. കടുകും വറ്റൽമുളകും നമ്മുടെ കറിവേപ്പിലയുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് വെച്ചാൽ തട്ടിൽ കുട്ടി ദോശയാണ് കേട്ടോ. അതായത് നമ്മുടെ തട്ടുദോശ സ്റ്റൈലിലെ ദോശ. എൻ്റെ ഫേവറേറ്റ് ആണ് ഇത്, മെത്ത ദോശ. കുട്ടി കുട്ടിയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. അത് ഒരുപാട് അങ്ങോട്ട് വേഗിക്കരുത് അല്ലെങ്കിൽ മുരിക്കരുത് കേട്ടോ. ആ നടുക്ക് ആ കുഴി വരുമ്പോൾ തിരിച്ചിടുക. ആ പഞ്ഞി പോലെ സോഫ്റ്റ്നെസ് കിട്ടണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇത് സാമ്പാറിൻ്റെ കൂടെ ചട്നിയും കൂട്ടി കഴിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചട്നിയും കൂടെ അരച്ച് വെക്കുന്നുണ്ട്. കാരണം രാക്കയ്ക്ക് ഇവിടെ ചട്നി മസ്റ്റാണ്. രാക്കയ്ക്ക് സാമ്പാറിനെക്കാട്ടും ചട്നിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയിൽ കടുക് വറുത്ത് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ടു. പിന്നെ തേങ്ങയിൽ പച്ചമുളകും ഉള്ളിയും ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് ചട്നി റെഡിയാക്കി എടുത്തു. ചൂടോടെ നമ്മുടെ കുട്ടി മെത്ത ദോശയും ചട്നിയും സാമ്പാറും. രാക്കെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അങ്കിത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ പോപ്സിക്കിൾസ് എടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നന്നായിട്ട് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവൻ ഉണ്ടാക്കിയ ഒരു രീതിയിലാണ് കൊണ്ടുകൊടുക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പോപ്സിക്കിൾസ്.
ഞാൻ പറഞ്ഞല്ലോ മാങ്ങയും പാലും മാത്രമേ ചേർത്തിട്ടുള്ളൂ. മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു ചോക്ലേറ്റിന്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരും. അത് അങ്കുവിന് വേണ്ടിയായിട്ട് കേട്ടോ. പക്ഷെ സംഭവം നല്ല കിടിലമായിട്ട് വന്നിട്ടുണ്ട്. ഈ ചൂടത്ത് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അത് പറയാൻ വയ്യ. അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു. നല്ല ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചായയൊക്കെ കുറച്ച് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളാ കൂടുതലും. ഡെക്കാത്ലോണിൽ നമ്മൾ വാങ്ങിച്ച ഡ്രസ്സാട്ടോ അതെ അച്ഛനും മോനും ഒരുപോലെ ഇട്ടോണ്ട് നിൽക്കുക. സയാമീസ് ഇരട്ടകളെ പോലെ. ഈ കളറിലൊരു തൊപ്പിയും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഡെക്കാത്ലോണിൽ അതിന്റെ വിശേഷമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ കുറെ കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ, കോളർ ഇല്ലാത്ത ടീഷർട്ട്സാ വാങ്ങിച്ചിട്ടുള്ളത്. രണ്ടുപേർക്കും ഒരേ കളേഴ്സിൽ കുറെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഹാഫ് ട്രൗസേഴ്സും ട്രാക്ക് പാൻസും ഒക്കെ. ട്രാക്ക് പാൻറ് മെയിൻലി രാക്കയ്ക്കാ വാങ്ങിച്ചത്. അങ്കൂന് ഞാൻ ഹാഫ് ട്രൗസേഴ്സാ വാങ്ങിച്ചത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.